Momma's dishwash liquid. Soft on hands. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ കുറച്ച് മാധ്യമ പ്രവർത്തകർ മലപ്പുറം പോയിരുന്നു. മലപ്പുറം വേങ്ങരയിലെ സിദ്ദീഖ് കാപ്പന്റെ വീട് സന്ദർശിക്കാനായിരുന്നു. സിദ്ദീഖ് കാപ്പൻ എന്ന് പറയുന്നത് യുപിയിൽ യോഗി പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് തടവിലാക്കി വെച്ചിട്ടുള്ള ഒരു പാവം മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഞങ്ങൾ അവിടെ പോയിട്ട് സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടു. വല്ലാത്ത വിഷമം തോന്നിപ്പോയി. എന്നും രാത്രിയിൽ തന്നെ വിളിച്ചു സംസാരിച്ചിരുന്ന തൻ്റെ ഭർത്താവ് ഇപ്പോഴില്ല. അദ്ദേഹം വിളിക്കുന്നില്ല. അദ്ദേഹം എവിടെ പോയി എന്നുള്ളത് അവർ ചോദിക്കുകയാണ്. എന്താണ് തൻ്റെ ഭർത്താവിന് സംഭവിച്ചത് എന്നുള്ളത് അവർക്കിപ്പോഴും അറിഞ്ഞിട്ടില്ല. സിദ്ദീഖ് കാപ്പന്റെ ഉമ്മയുണ്ട്. 90 വയസ്സാണ് പ്രായം. സിദ്ദീഖ് കാപ്പന്റെ ഉമ്മ എന്നും തൻ്റെ മകനെ വിളിക്കുമായിരുന്നു. മകൻ എന്നും തൻ്റെ ഉമ്മയെ വിളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ അദ്ദേഹത്തിൻ്റെ ഉമ്മയിലേക്ക് പോകുന്നില്ല. ആ പാവം വല്ലാത്ത വിഷമത്തിലാണ്. തൻ്റെ മകൻ വിളിച്ചിട്ട് തന്നോട് ഒരുപാട് നേരം സംസാരിക്കുമായിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഫോൺ കോൾ പോലും ആ ഉമ്മക്ക് എത്തിയിട്ടില്ല, വന്നിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പോലും അറിഞ്ഞിട്ടില്ല. ഭാര്യ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഉമ്മയോട് പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ അവിടെ എത്തും വരെ പറഞ്ഞിട്ടില്ല. ഇനി എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് പോലും ആ കുടുംബത്തിന് അറിയില്ല. സിദ്ദീഖ് കാപ്പന്റെ 3 മക്കളുണ്ട്. 2 ആൺകുട്ടികളാണ്, 1 പെൺകുട്ടിയാണ്. 3 പേരും ഞങ്ങളോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഉപ്പയെ നിങ്ങൾ തിരിച്ചെത്തിക്കണം എന്നുള്ളതാണ്. വൈകാരികമായ നിമിഷങ്ങളായിരുന്നു. ചോദ്യം ഇതാണ്, അദ്ദേഹം പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ശക്തമായ സംഘടനയായ KUWJ-യിലാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ അറിയപ്പെടുന്ന കൂട്ടായ്മയിലാണ്. ചോദ്യം ഇതാണ്, കേരളത്തിലെ മുൻനിര മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ്, 24, അതുപോലെയുള്ള മുൻനിര മാധ്യമങ്ങൾ, മനോരമയടങ്ങുന്ന മുൻനിര മാധ്യമങ്ങൾ ശിവശങ്കരനെയും സ്വപ്നയെയും ജോസ് കെ മാണിയെയും മാറ്റിവെച്ച് എന്തുകൊണ്ടാണ് പ്രൈം ടൈം ചർച്ച സിദ്ദീഖ് കാപ്പന് വേണ്ടിയിട്ട് നടത്താത്തത്? ഒരു ദിവസം നടത്തിയാൽ പോരാ. ഒരു ദിവസം നടത്തിയാൽ ഈ വിഷയത്തിന് വലിയ രീതിയിലുള്ള പ്രസക്തി ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങളുടെ വാർത്താ സമയത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെ മാറ്റിവെക്കേണ്ടതുണ്ട് സിദ്ദീഖ് കാപ്പന്റെ. കാരണം സിദ്ദീഖ് കാപ്പൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സഹപ്രവർത്തകനാണ്, ഞങ്ങളുടെയും സഹപ്രവർത്തകനാണ്. നിങ്ങൾ നിശബ്ദത പാലിച്ചപ്പോൾ അതിനെതിരെ സംസാരിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ വാർത്തകൾ ചെയ്തിട്ടുണ്ടാകാം, 10 മിനിറ്റ് ദൈർഘ്യമുള്ള വാർത്തകൾ ചെയ്തിട്ടുണ്ടാകാം. അതല്ല വിഷയം. നിങ്ങൾ പ്രതിഷേധിക്കേണ്ട രീതിയിൽ ഇതുവരെ പ്രതിഷേധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്ത് തെറ്റാണ് സിദ്ദീഖ് കാപ്പൻ ചെയ്തിട്ടുള്ളത്? അദ്ദേഹം ജോലി ചെയ്ത അഴിമുഖം എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമം അടക്കം ഇപ്പോൾ നിശബ്ദതയിലാണ്. ആ നിശബ്ദതയും ഞങ്ങൾ ചോദ്യം ചെയ്യും. ഞങ്ങൾ തുടങ്ങും. നിങ്ങളെ മുൻനിര മാധ്യമങ്ങൾ സിദ്ദീഖ് കാപ്പന് മറന്നു തുടങ്ങിയാൽ ഞങ്ങൾ ചെറിയ ചെറിയ മാധ്യമങ്ങൾ 1000 ശബ്ദങ്ങളായി സിദ്ദീഖ് കാപ്പന്റെ കൂടെ നിൽക്കും. വിറപ്പിക്കും ഞങ്ങള്. നിശബ്ദത ഞങ്ങൾക്കറിയില്ല. നീതിയുടെ ശബ്ദമായി ഞങ്ങൾ നിൽക്കും. ആരെയും പേടിക്കില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ യോഗിയെ പേടി കാണും, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പേടി കാണും. ഞങ്ങൾക്കതില്ല. എന്ത് തെറ്റാണ് സിദ്ദീഖ് കാപ്പൻ ചെയ്തിട്ടുള്ളത്? ഹാത്രസിലെ കൊടിയ പീഡനം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകൻ, സ്വന്തമായി വാഹനമൊന്നുമില്ല, അവിടേക്ക് പോകുന്ന ക്യാമ്പസ് ഫ്രണ്ടുകാരുടെ വാഹനത്തിൽ ഇദ്ദേഹവും കൂടെ പോയി. കാരണം ഇദ്ദേഹത്തിന് വാഹനമില്ല. ക്യാമ്പസ് ഫ്രണ്ടുകാർ ഹാത്രസിലേക്ക് പോവുകയാണ്. കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ വാഹനത്തിന്റെ ചിലവ് നൽകാതെ എത്താൻ വേണ്ടി സാധിക്കുമല്ലോ. അവിടെയുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാമല്ലോ എന്ന് കരുതിയാണ് ആ പാവം അവിടെ പോയത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, കൊണ്ടുപോയി തടവറയിലിടുന്നു, UAPA ചാർത്തുന്നു, രാജ്യദ്രോഹ കുറ്റം ചാർത്തുന്നു. എന്നിട്ട് പറയുന്നു തീവ്രവാദികളാണ് എന്ന്, പോപ്പുലർ ഫണ്ടുകാരാണ് എന്ന്. അല്ല, അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഈ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന നിരോധിച്ചിട്ടുണ്ടോ? അവരുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ട് നിരോധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു നിരോധനമില്ലല്ലോ.
പിന്നെ അതിൽ പ്രവർത്തിച്ചാൽ എന്ത് തെറ്റാണുള്ളത്? ഇനി അവരുടെ പ്രവർത്തകൻ തന്നെ ആയിക്കൊള്ളട്ടെ, എങ്കിൽ എന്ത് തെറ്റാണുള്ളത്? അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് തെറ്റാണുള്ളത്? നിരോധിത സംഘടനയല്ലല്ലോ. അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഒരു നിരോധനവുമില്ലാത്ത സംഘടനയുടെ കൂടെ അവിടെ പോയതിന്റെ പേരിൽ സിദ്ദീഖ് കാപ്പനെതിരെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് UAPA ചാർത്തിയത്? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് രാജ്യദ്രോഹ കുറ്റങ്ങൾ ചാർത്തിയത്? ഞാനൊരു പോപ്പുലർ ഫ്രണ്ടുകാരനല്ല, ക്യാമ്പസ് ഫ്രണ്ടുകാരനല്ല, സിദ്ദീഖ് കാപ്പനും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിരോധിക്കാത്ത ഒരു സംഘടനയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് തെറ്റാണുള്ളത്? പറയേണ്ടതുണ്ട്. അദ്ദേഹം ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളല്ല. അദ്ദേഹം കേരളത്തിലെ മാധ്യമ പ്രവർത്തക സംഘടനയുടെ ഏറ്റവും ശക്തിയുള്ള സംഘടനയായിട്ടുള്ള KUWJ-യില് കൃത്യമായി അംഗത്വമുള്ള നേതൃത്വ പദവിയിൽ നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അല്ല, അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഏഷ്യനെറ്റും 24-ഉം മനോരമയും ഒക്കെ വെറും 10 മിനിറ്റ് ദൈർഘ്യമുള്ള വാർത്തകൾക്കപ്പുറത്ത് എന്തുകൊണ്ടാണ് ഈ ജോസ് കെ മാണിയും സ്വപ്നയും ശിവശങ്കരനും ഒക്കെ നിങ്ങളുടെ ചർച്ചയാക്കി കൊണ്ടുവരുന്ന പ്രൈം ടൈമിൽ സിദ്ദീഖ് കാപ്പനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാവാത്തത്? അദ്ദേഹം നിങ്ങളുടെ സഹപ്രവർത്തകനല്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല? ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ കുറച്ച് സാധാ മാധ്യമങ്ങൾ, വലിയ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സാധാരണക്കാരന്റെ ശബ്ദമായി മാറിയിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് മാധ്യമങ്ങൾ സിദ്ദീഖ് കാപ്പന് വേണ്ടിയിട്ട് ശബ്ദിക്കും. ഒപ്പം നിങ്ങളെപ്പോലെയുള്ള മുൻനിര മാധ്യമങ്ങളുടെ നിശബ്ദതയെയും ഞങ്ങൾ ചോദ്യം ചെയ്യും. എന്തുകൊണ്ട് നിങ്ങളുടെ പ്രൈം ടൈം ചർച്ചകൾ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നില്ല? കഴിഞ്ഞ ദിവസം മറ്റൊരു കേസിലും കൂടി സിദ്ദീഖ് കാപ്പനെ പ്രതിയാക്കി. 4-ാം തീയതി നടന്ന സംഭവം, 5-ാം തീയതി അവിടെ എത്തിയ സിദ്ദീഖ് കാപ്പനെ 4-ാം തീയതി നടന്ന സംഭവത്തിൽ പ്രതിയാക്കിയിട്ടുണ്ട്. യോഗിയുടെ പോലീസ് ഗുണ്ടായിസം കാണിക്കുകയാണ്. നരഭോജികളായ യോഗിയുടെ പോലീസ് നന്മയുള്ള മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുകയാണ്. ആ കുടുംബം വിഷമത്തിലാണ്. അദ്ദേഹത്തിന്റെ കുടുംബം നീതിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും തന്നെ വിളിച്ചിരുന്ന ഭർത്താവിനോട് സംസാരിക്കാൻ ഭാര്യ കൊതിച്ചു നിൽക്കുകയാണ്. 90 വയസ്സുള്ള സിദ്ദീഖ് കാപ്പന്റെ ഉമ്മ തന്റെ മകന്റെ സ്നേഹമുള്ള ശബ്ദത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. എന്നും തങ്ങളെ താലോലിച്ച് സംസാരിച്ചിരുന്ന തങ്ങളുടെ ഉപ്പയ്ക്ക് വേണ്ടിയിട്ട് 3 മക്കൾ കാത്തിരിക്കുകയാണ്. നമ്മളും സിദ്ദീഖ് കാപ്പന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അതെ, ജസ്റ്റിസ് ഫോർ കാപ്പന് വേണ്ടിയിട്ട് നമ്മുടെ ശബ്ദം തെരുവിൽ ഉയർന്നു കേൾക്കേണ്ടതുണ്ട്. നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. ആരെയാണ് പേടിക്കുന്നത്? നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല. കാരണം ആരെയും പേടിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ പോയവനാണ് സിദ്ദീഖ് കാപ്പൻ. ആ സിദ്ദീഖ് കാപ്പന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണം, കുടുംബത്തിന് വേണ്ടിയിട്ട് നിൽക്കണം. തീർച്ചയായും സിദ്ദീഖ് കാപ്പനുമായി ബന്ധപ്പെട്ട് മുൻനിര മാധ്യമങ്ങൾ കാണിക്കുന്ന മൗനത്തിനെതിരെയുള്ള പോരാട്ടം ദാ ഇന്നു മുതൽ തുടങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. Mama's dishwash liquid. Soft on hands.